ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചെയ്ത് കാണിക്കുന്നത് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു മത്തങ്ങയുടെ ഹൽവയുടെ റെസിപ്പിയാണ്. എങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതാ ഒരു പീസ് മത്തങ്ങ എടുത്തിട്ടുണ്ട്. ഇതുപോലെ മഞ്ഞത്തൊലിയുള്ള മത്തങ്ങയാണ് എടുത്തിട്ടുള്ളത്. തൊലിയും കുരുവൊക്കെ നീക്കം ചെയ്തിട്ട് കഴുകിയിട്ടൊന്ന് തുടച്ചെടുക്കുക. അതിനുശേഷം ചെറിയ പീസുകളാക്കി ഇതുപോലെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് അപ്പച്ചെമ്പിനകത്തൊന്ന് വേവിച്ചെടുക്കണം. ഏകദേശം ഒരു 10 മിനിറ്റിനുള്ളിൽ ഇത് നല്ലവണ്ണം വെന്ത് കിട്ടും. നമ്മൾ അരിയുന്നതിൻ്റെ കനത്തിൻ്റെ വ്യത്യാസം അനുസരിച്ച് സമയത്തിന് മാറ്റം ഉണ്ടാകാം. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നല്ലവണ്ണം ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. വേറൊരു പാത്രം അടുപ്പി വെച്ചിട്ടുണ്ട്. ഒരു 1.5 കപ്പ് 250 ml കപ്പാണ്. ഒരു 1.5 കപ്പ് ശർക്കരപ്പൊടിയോ അല്ലെങ്കിൽ ചീകിയെടുത്ത ശർക്കരയോ ചേർക്കുക. ഇനി ഒരു 3/4 തവിയോളം മാത്രം വെള്ളം ഒഴിക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഇതൊന്ന് അലിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. കുറുക്കിയൊന്നും എടുക്കണ്ട. ഇതിനകത്തുള്ള കല്ലും കട്ടയൊക്കെ മാറ്റാൻ വേണ്ടി ചെയ്യുന്നതാണ്. നല്ലവണ്ണം അലിഞ്ഞതിന് ശേഷം ഇത് അരിച്ച് മാറ്റി വയ്ക്കുക. ഇനി മത്തങ്ങയൊക്കെ നല്ലോണം നാറിയിട്ടുണ്ട്. ഇത് മിക്സിയുടെ വലിയ ജാറിനകത്തിട്ട് നല്ലവണ്ണം അരച്ചെടുക്കണം. ഒട്ടുമൊന്നും വെള്ളമൊന്നും ചേർക്കരുത്. കട്ടയില്ലാത്ത രീതിയിൽ അരച്ചെടുക്കണം. ഇനി ചൂട് കട്ടിയുള്ള പാത്രം തന്നെ എടുക്കണം. ഒരു 1/2 സ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കശുവണ്ടി ചേർക്കാവുന്നതാണ്. ഇത് ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആക്കിയിട്ട് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഇനി ആ ബാക്കിയുള്ള നെയ്ക്കകത്തോട്ട് ഇത് അരച്ച മത്തങ്ങയാണ് ചേർക്കുന്നത്. ഇത് ആ 250 ml കപ്പിനകത്ത് 2 കപ്പ് വരുന്നുണ്ട്. മത്തങ്ങയുടെ അളവ് ഞാൻ ഇപ്പോഴാണ് പറയുന്നത്. ഇത് 2 കപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ആ നെയ്ക്കകത്തിട്ട് ഒരു 2-3 മിനിറ്റ് നേരത്തേനെ നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കണം. ആ വെള്ളമയൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റിയും കിട്ടും. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന ശർക്കര പാനിയൂടെ ചേർക്കുക. അതും മൊത്തം ഒഴിച്ചിട്ടുണ്ട്. ഇനി നല്ലവണ്ണം ഇത് മിക്സ് ചെയ്തിരിക്കണം. തീ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് കൂട്ടി തന്നെ വയ്ക്കുക. ഇത് ഏകദേശം ഒരു 3-4 മിനിറ്റ് നേരത്തോളം നല്ലവണ്ണം ഇളക്കിക്കൊണ്ട് തന്നെ മിക്സ് ആക്കി എടുക്കുക. ഇത് ഏകദേശം ഒരു 3-4 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 1 സ്പൂൺ നെയ്യൂടെ ചേർക്കുകയാണ്. ഇപ്പോൾ 1.5 സ്പൂൺ നെയ്യായിട്ടുണ്ട്. ഇതോടെ ചേർത്ത് വീണ്ടും ഒരു 3-4 മിനിറ്റ് നേരത്തേന് നല്ലവണ്ണം വഴറ്റിയെടുക്കുക. നെയ്യൊക്കെ നല്ലവണ്ണം ഒന്ന് മിക്സ് ആയിട്ട് ഏകദേശം 3-4 മിനിറ്റ് നേരമൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിൽ ചേർക്കേണ്ടത് ഞാനൊരു 3/4 കപ്പോളം തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. നല്ല കട്ടി തേങ്ങാപ്പാൽ എടുക്കുക. അതിലോട്ട് ഒരു 3 സ്പൂൺ കോൺഫ്ലോർ ഇട്ട് നന്നായിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കുക. നല്ല കട്ടി തേങ്ങാപ്പാൽ തന്നെ എടുക്കാനായിട്ട് നോക്കണം. നല്ല ടേസ്റ്റാണ്. കട്ടയില്ലാതെ നല്ലവണ്ണം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി തീ ഒന്ന് നല്ലവണ്ണം കുറച്ചിടുകയോ ഇല്ലെങ്കിൽ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് വേണം ഇത് ചേർക്കാനായിട്ട്. കാരണം കോൺഫ്ലോർ ഉള്ളത് കാരണം പെട്ടെന്ന് ഇത് കട്ട പിടിക്കും. ഒഴിച്ച ഉടനെ തന്നെ നന്നായിട്ട് കൈയെടുക്കാതെ തന്നെ മിക്സ് ആക്കി എടുക്കുക. ഗ്യാസ് ഒന്ന് ഓഫാക്കിയിട്ട് ഒഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഗ്യാസ് ഓണാക്കി മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയാലും മതി. ഇതെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. വീണ്ടും ഇത് ഒരു 2-3 മിനിറ്റ് നേരം ആയിട്ടുണ്ട്. ഇനി ചേർക്കേണ്ടത് ഒരു 3 ഏലക്ക എടുത്തിട്ടുണ്ടായിരുന്നു. നല്ലവണ്ണം പൊടിഞ്ഞ് കിട്ടാനായിട്ട് ഒരു 1/2 അല്ലെങ്കിൽ 3/4 സ്പൂൺ പഞ്ചസാരക്കകത്ത് നല്ലവണ്ണം ഒന്ന് പൊടിച്ചെടുത്താണ്. അതോടെ ചേർത്തൊന്ന് ഇളക്കിയെടുക്കുക. ഇനി കുറച്ച് ഉപ്പ്, 2 നുള്ളുപ്പൂടെ ചേർക്കണം. ഉപ്പ് മസ്റ്റായിട്ട് ചേർത്തിരിക്കണം. ഉപ്പ് ചേർക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുന്നതും അതുപോലെ അതിൻ്റെ ടേസ്റ്റ് ബാലൻസ് ആവുന്നതും. ഇനി 1 സ്പൂൺ നെയ്യൂടെ ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ കശുവണ്ടി വറുത്ത് വെച്ചിരിക്കുന്നതോടെ ചേർക്കുക. 2.5 സ്പൂൺ നെയ്യായിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിലോട്ട് തന്നെ ഇട്ടുകൊണ്ട് നല്ലവണ്ണം കൈയെടുക്കാതെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. കുറച്ച് ബ്രൗൺ കളറാകും. അതുപോലെ തന്നെ വെള്ളമൊക്കെ നല്ലവണ്ണം വറ്റി സൈഡൊക്കെ ഒന്ന് വിട്ട് വരണം. നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറന്നുപോലെ. ഇനി ഇത് കുറച്ചുകൂടി ഡാർക്ക് ആകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ മടങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സൈഡൊക്കെ ഒന്ന് വിട്ട് വരണം.
ഞാൻ 1 സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഒരു 3.5 സ്പൂൺ നെയ്യായിട്ടുണ്ട്. നെയ്യ് ഇനി വേണമെങ്കിൽ 1-2 സ്പൂൺ കൂടെ ഒഴിക്കാവുന്നതാണ്. ഞാനിതൊരു 3.5 അല്ലെങ്കിൽ 4 എന്ന് വെച്ചോ, 4 സ്പൂൺ മാത്രം നെയ്യ് ഒഴിക്കുന്നുള്ളൂ. ഇതേ നല്ല ടേസ്റ്റാണ് കേട്ടോ. സൈഡൊക്കെ കുറേശ്ശെയായിട്ട് വിട്ട് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നല്ലവണ്ണം ഇതൊന്ന് ടൈറ്റായിട്ടുണ്ട്, കട്ടിയായിട്ടുണ്ട്. ഇതിൽ കാഷ്നട്ട് മാത്രമല്ല ആൽമണ്ട്, പിസ്തയൊക്കെ ചോപ്പ് ചെയ്ത് ചേർക്കാവുന്നതാണ്. ഇത് കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട്. ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. ഇനി ഒരു ട്രേയിൽ കുറച്ച് കാഷ്നട്ടും വെള്ള എള്ളും അതുപോലെ പംകിൻ സീഡും കൂടെ ഇങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ചെയ്യുക. സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണേ. ഒരു 5-6 മണിക്കൂർ നേരത്തേനെങ്കിലും വെളിയിൽ വെച്ച് നല്ലവണ്ണം തണുപ്പിച്ചെടുക്കണം. അപ്പോൾ നല്ല സെറ്റായിട്ട് കിട്ടും. സൈഡൊക്കെ ഇതുപോലെ കത്തിയൊന്ന് വരഞ്ഞ് വെച്ചിട്ട് ഒന്ന് തിരിച്ചിടാമേ. ആഘോഷങ്ങളൊക്കെ അടിപൊളിയാക്കാൻ വേണ്ടി ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഹൽവയൊക്കെ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറന്നുപോലെ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ആക്കിയിടാനും മറക്കല്ലേ. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.